कैसे हो സ്നേഹാംസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പോൾ ഗ്യാൻമാർഗ് എന്ന് പറയുന്ന നമ്മുടെ പാഠത്തിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്തായിരുന്നു നമ്മുടെ ഗ്യാൻമാർഗ് എന്ന് പറയുന്ന ആ ഏകാംഗി? ആ 3 രാജകുമാരന്മാർ എന്താണ് കാട്ടിലൂടെ നടന്നു പോകുന്നു. വിവരവും വിദ്യാഭ്യാസവും കൂടിയത് കൊണ്ട് അവർക്കൊരു പണി കിട്ടുന്നു. അതൊരു മുട്ടൻ പണിയായി മാറുന്നു അല്ലേ. അതായത് നമ്മുടെ ഏകാംഗിയുടെ മൊത്തം പറയുന്ന കാര്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നോക്കിക്കേ, ആ ഒരു ഏകാംഗിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് ഒരുപാട് പ്രാവശ്യം നമ്മുടെ എക്സാമിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനിയും അത് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അടിപൊളിയാക്കി സെറ്റാക്കിയിട്ട് അങ്ങോട്ട് മാറ്റാം അല്ലേ. നോക്കിക്കേ, എന്താണത്? പോസ്റ്റർ തയ്യാറാക്കാനാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. പക്ഷേ അതിന് കുറച്ച് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മാറ്റമുണ്ട്. നോക്കിക്കോളാം മക്കളെ. നോക്കിക്കേ, ഗ്യാൻമാർഗ് ഏകാംഗിക. ഗ്യാൻമാർഗ് എന്ന് പറയുന്ന ഏകാംഗി അല്ലെ. ഏകാംഗി എന്ന് വെച്ചാൽ എന്താണ്? ആ 1 ആക്ട് പ്ലേക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏകാംഗി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഏകാംഗിയുടെ മഞ്ചൻ ഹൂനി വാലാഹേ. മഞ്ചൻ എന്ന് വെച്ചാൽ എന്താണ്? ആ മഞ്ചൻ എന്ന് വെച്ചാൽ സ്റ്റേജിങ് ആണ് അല്ലെ. അതായത് നമ്മുടെ ഈ ഒരു ഏകാംഗി ഉണ്ടല്ലോ, ഈ രാജകുമാരന്മാരുടെ ഈ ഒരു കഥ എന്ത് ചെയ്യാൻ പോവാണ്? സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോവാണ്. മഞ്ചൻ എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റേജിങ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സ്റ്റേജിങ് അതായത് പെർഫോം ചെയ്യാൻ പോവാണ്. ഹോനി വാലാ ഹേ. ഇതിന് വേണ്ടിയിട്ട് ഏക പോസ്റ്റർ തയ്യാർ കരേ. ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പോസ്റ്റർ തയ്യാറാക്കാം അല്ലേ. ഇതുവരെ മക്കൾ എന്ത് പോസ്റ്ററാണ് പഠിച്ചിട്ടുള്ളത്? ആ ജലസംരക്ഷണത്തിനെ കുറിച്ച്, പരിസ്ഥിതി സംരക്ഷണത്തിനെ കുറിച്ച്, അങ്ങനെയുള്ള പോസ്റ്ററുകളാണ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ പോസ്റ്റർ കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിനൊരു സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ മക്കൾ ഇത് നന്നായിട്ട് പഠിച്ചിരിക്കണം. 4 മാർക്കിനാണ് സാധാരണയായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടുവരാറ്. അപ്പോൾ നോക്കിയേ മക്കളെ, എന്താണ് ആദ്യം ഒരു പോസ്റ്റർ എന്ന് പറയുമ്പോൾ വൃത്തിക്ക് നല്ലൊരു എന്ത് വരയ്ക്കണം? ബോക്സ് വരച്ച് വെക്കണം. ബോക്സ് വരയ്ക്കാതെ പോസ്റ്റർ ഇല്ല അല്ലേ. നോക്കിക്കേ, ആദ്യം ആവോ നമ്മളെ ഏകാംഗിക്ക് വേണ്ട എല്ലാവരും ക്ഷണിച്ചുകൊണ്ടാണ് പോസ്റ്റർ തയ്യാറാക്കുന്നത്. സ്റ്റേജിൽ പെർഫോമൻസ് ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വരണം, എല്ലാവരും വായോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുന്നത് അല്ലേ. നോക്കിക്കേ, ആവോ വരൂ. ഏകാംഗിക മസാലെ. ഏകാംഗി എന്താണെന്ന് പറഞ്ഞത്? 1 ആക്ട് പ്ലേ ആണ്. 1 ആക്ട് പ്ലേയുടെ മസാലെ. മസാല എന്ന് വെച്ചാൽ എൻജോയ് ചെയ്യൂ, എന്താണ് അത് വളരെ ഫണ്ണായിട്ട് എടുക്കൂ എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. അതായത് നിങ്ങൾ വരൂ ഏകാംഗിയുടെ മസാലെ. 1 ആക്ട് പ്ലേ എന്ത് ചെയ്യാനാണ്? ആസ്വദിക്കൂ. മസാല എന്ന് വെച്ചാൽ ആസ്വദിക്കൂ എന്നുള്ള മീനിങ് എടുത്തോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താണോ പറയാനുള്ളത്, അതായത് നമ്മുടെ ഈ ഒരു ഏകാംഗിയുടെ പേരെന്താണ്? ഗ്യാൻമാർഗ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആ ഗ്യാൻമാർഗ് എന്ന് പറയുന്നത് ചക്ക വലുപ്പത്തിൽ ആ പോസ്റ്ററിൽ അങ്ങ് എഴുതി വെക്കുക. ചക്ക വലുപ്പത്തിൽ എന്താണ് എഴുതേണ്ടത്? എന്താണോ നമ്മുടെ ഏകാംഗി പാഠത്തിൻ്റെ ആ പേര് ഗ്യാൻമാർഗ് എന്ന് പറയുന്നത് ചക്ക വലുപ്പത്തിൽ എഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഏകാംഗി എഴുതിയ ആളെ പേരുണ്ടല്ലോ, ആ ആളെ പേരും കൂടി നമ്മൾ എഴുതാനുണ്ട്. നോക്കിക്കേ, അസ്ഗർ വസാഹത്ത് കി ഏകാംഗി. അസ്ഗർ വസാഹത്തിൻ്റെ എന്താണ്? ഏകാംഗിയാണ് എന്നുള്ളത് നമ്മൾ എഴുതി അല്ലേ. അപ്പം ഓരോന്നിനും ഓർഡറുകളുണ്ട്. അപ്പം മക്കൾ എന്ത് ചെയ്യണം? ഇതൊക്കെ എഴുതി വെക്കണം. ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഈ പോസ്റ്റർ എഴുതാൻ പാടില്ല. അപ്പോൾ ചക്കവലുപ്പത്തിൽ ഗ്യാൻമാർഗ് എഴുതി വെച്ചു. അത് എഴുതിയ ആളുടെ പേര് നമ്മൾ അടിയിൽ എഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്റ്റേജിങ് ആണ്. ഇത് പെർഫോം ചെയ്യേണ്ട ഒരു ഡേറ്റ് ഉണ്ടാവല്ലോ. എല്ലാവരും വരണം. രാവിലെ 10 മണിക്കാണ് തുടങ്ങുന്നത്, ഇന്ന ഡേറ്റിനാണ്, ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ എന്ത് പറയണം? ഈ ഒരു പോസ്റ്ററിൽ പറഞ്ഞിരിക്കണം. നോക്കിക്കേ, എന്താണ്? 1 ജൂണിലാണ്, 1 ജൂണിലാണ്, 2024 ശനിവാറിലാണ്. ശനിവാർ എന്ന് വെച്ചാൽ എന്താണ്? ശനിയാഴ്ചയിലാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ എഴുതുന്നു. അതായത് ഡേറ്റ് ആദ്യം എഴുതിയിരിക്കണം. അത് കഴിഞ്ഞിട്ട് എത്ര മണിക്കാണ് നടക്കുന്നത്? സുബഹ് 10 ബജെ. സുബഹ് എന്ന് വെച്ചാൽ എന്താണ്? രാവിലെ 10 ബജെ. ബജെ എന്ന് വെച്ചാൽ എന്താണ്? ആ മണി. 10 മണിക്കാണ് നടക്കുന്നത്. ടൈമും എഴുതണേ. എന്താണ്? ടൈം എഴുതി. അത് കഴിഞ്ഞിട്ട് എവിടെ വെച്ചിട്ടാണ്? പ്ലേസ് എഴുതണം. എവിടെ വെച്ചിട്ടാണ് ഈ സ്റ്റേജിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യം എഴുതണം. പ്ലേസ് നമ്മൾ എഴുതും. എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? സ്കൂൾ സഭാഗൃഹമേ. സ്കൂൾ സഭാഗൃഹം. സഭാഗൃഹം എന്ന് വെച്ചാൽ എന്താണ്? ഓഡിറ്റോറിയമാണ് കേട്ടോ. എന്താണ്? ഓഡിറ്റോറിയമാണ്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഡേറ്റ്, ടൈം, പ്ലേസ്
ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും എഴുതിയിരിക്കണം. അത് കഴിഞ്ഞിട്ട് എന്താണ്, എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതണം അല്ലേ. സബ്കാ സ്വാഗത്, എന്താണ്, എല്ലാവർക്കും സ്വാഗതം, സ്വാഗത് എന്ന് നമ്മൾ എഴുതുകയാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതേണ്ട ഒരു കാര്യം ക്ലബിൻ്റെ പേരാണ്. എല്ലാ പോസ്റ്ററും അവിടെ ഒട്ടിച്ചു വെക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവല്ലോ, ഒരു ക്ലബ്ബോ അങ്ങനെ ഏതെങ്കിലും സംഘടനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അവരുടെ പേര് കൂടി ഇവിടെ മെൻഷൻ ചെയ്യണം. ഹിന്ദി ക്ലബ്ബ് ആയിക്കോട്ടെ, ഹിന്ദി ക്ലബ്ബാണ് ഈ ഗ്യാൻമാർഗ് എന്ന് പറയുന്ന ഏകാംഗി നടത്തുന്നത്. അപ്പോൾ ഇവിടെ എന്ത് എഴുതും മക്കള്, ഹിന്ദി ക്ലബ് എന്ന് എഴുതി വെച്ചു അല്ലേ. അപ്പോൾ എങ്ങനെയാണ് പോസ്റ്റർ തയ്യാറാക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെയൊക്കെ എഴുതിയാലാണ് നമുക്ക് എന്ത് കിട്ടുക, ഫുള്ള് മാർക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്ത് ചെയ്യണം, ഒരു ബോക്സ് വരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഗ്യാൻമാർഗ് എന്നുള്ളത് ചക്ക വലുപ്പത്തിൽ എഴുതി വെക്കണം. ഡേറ്റ്, ടൈം, ഡേ, എല്ലാ കാര്യങ്ങളും, പ്ലേസ് ഒക്കെ എഴുതണം. സബ്കാ സ്വാഗത്, എല്ലാവരെയും സ്വാഗതം ചെയ്യണം. ലാസ്റ്റ് ക്ലബിൻ്റെ പേര് എഴുതണം. അപ്പം നമ്മുടെ അടിപൊളി പോസ്റ്റർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനി വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.